നമ്മൾ ആ വീട് എടുക്കാൻ വന്ന സ്ഥലമാണ് പറഞ്ഞ ഗോസ്റ്റ് ഹണ്ടിങ്. ഏകദേശം എനിക്കൊന്ന് 18 ആ സ്ഥലത്തേക്ക് നമ്മൾ വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പരമാവധി ഇന്നാണ് പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. നമ്മൾ നല്ല മഴ കേട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. മഴയെന്ന് പറയുമ്പം ഈ പാലത്തിനപ്പുറം വലിയ മഴയില്ല, പാലത്തിനപ്പുറം വലിയാണ്, നല്ല മഴയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ കാണിച്ച വീഡിയോ സ്ഥലങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഈ പാലത്തിൻ്റെ കീഴിലോട്ട് കയറിയിരിക്കാം. ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, മരിച്ച സ്ഥലമാണിത്. ഓക്കെ. നമുക്ക് ഇവിടെ കാണാം, ഒന്ന് പേശിയല്ലേ. ഇവിടെ കുറേ ആൾക്കാർ മരിച്ച സ്ഥലമാണിത്. എൻ്റെ കൈ കാണുന്നുണ്ടോ? അത്രത്തോളം ക്ലിയർ അല്ല, കാരണം ഇവിടെ നമ്മൾ ഗോസ്റ്റ് ഹണ്ടിങ്ങിനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം 18 പ്രേതത്തെ നോക്കാം. കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യല്ലേ, ഒരു മണി വരെയോളം വെയിറ്റ് ചെയ്യാം നമുക്ക്. നല്ല മഴയാണ് കേട്ടോ. ഞാൻ ഇടുന്ന ലൈവ് വീഡിയോ ആണ്, എഡിറ്റിംഗ് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ക്ലിയർ അല്ല. ഈ പ്രേതം വന്നാൽ നമുക്ക് കാണണ്ടേ, അത് കാണാനേ പറ്റത്തില്ല നമുക്ക്. ഇതിലെ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചത്, വെള്ളച്ചാട്ടം അത് ഈ പ്രദേശം കാണുന്ന അപ്പുറത്ത് പോകണം. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ മഴയാണ്. ഈ ഒരു 500 മീറ്റർ ഇങ്ങോട്ടെങ്കിലും വീടുകളൊന്നുമില്ല. ഒരു 1/2 കിലോമീറ്റർ ഭാഗത്ത് വീടുകളൊന്നുമില്ല. ആ പ്രദേശമാണിത്. കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് എന്താ പറയുക, വീഡിയോ ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ടിടാം വീഡിയോ അല്ലേ, അതല്ലേ നല്ലത്. ഓരോ ഭാഗങ്ങളാക്കി ഇടാം. വീഡിയോയും കട്ടാവുമല്ലോ. എന്നെ കാണണമെങ്കിൽ എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ മതി. മുഴുവൻ ശ്മശാനങ്ങളാണ് കാണുന്നത്, അതായത് മറ്റേ കല്ലറകൾ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. റിസ്ക് എടുത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ വേണം. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു ഗേറ്റൊക്കെ ഉണ്ട്. ഗേറ്റ് കിടക്കാൻ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഗേറ്റ് ലോക്കാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് താഴേക്ക് വരികയാണ്. ഒരു തോടും മറ്റേ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കിടക്കാൻ പകല് കാണിച്ച വെള്ളച്ചാട്ടമൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 1 മണിയോളം ആകാറായി. പ്രേതത്തെ പിടിക്കാൻ ഇരിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. ഇത് നിസ്സാരമായ സ്ഥലമല്ല, കുറേ ആൾക്കാർ മരിച്ചൊരു സ്ഥലമാണ്. കാരണം എന്താ പറയുക, ആകസ്മികമായിട്ട് വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ള പല മരണങ്ങളും അതൊരു ഭയങ്കരമാണ്. കാരണം ഇപ്പോഴെങ്കിലും അല്ല, എൻ്റെ കൊച്ചാൾ കേട്ട കഥകളിൽ ഒരുപാട് മരണം സംഭവിച്ച സ്ഥലമാണ് കേട്ടോ. അതിനാണ് ഗോസ്റ്റ് ഹണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രേതങ്ങൾ കൊണ്ട് സമയമായി. പക്ഷേ ഈ കാലത്ത് പ്രേതങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു നെഗറ്റീവ് ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അതന്നെ മതി പറയുക. എനിക്ക് പറയും, നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലെ വെള്ള സാരി ഉടുത്തോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വെള്ള തുണി എടുത്ത് വരുന്ന പ്രേതങ്ങളൊന്നുമല്ല. അല്ല ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന പോലെ 2 പല്ലുകൾ നീട്ടി അല്ലെങ്കിൽ ഡ്രാക്കുള, ഈ ഇത്തരം ചെകുത്താൻ ഡ്രാക്കുള ഇത്തരം കഥാപാത്രങ്ങളൊന്നുമല്ല. പക്ഷെ ഒരു നെഗറ്റീവ് ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഫീൽ എനിക്ക് തോന്നുന്നു. കാരണം അതെന്തോ അനുഭൂതി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു ബാഡായാലും ഗുഡായാലും എനിക്കൊരു നെഗറ്റീവ് ഫീൽ ഇവിടേക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ എന്നോട് പറയണം, അല്ലെങ്കിൽ എന്തൊക്കെയോ അവർക്ക് ഇങ്ങനെയൊക്കെ ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്.